എന്തൊരു മാമ ചുമ്മാ മാമ മാമ പോടാ പോടാ നിന്റെ വാലുവാക്കി പോ. എന്തിനു മാമ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം? എടാ 10 മണിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് മണി ഇപ്പം എത്രയാടാ? 11:30 മണിയായില്ലേ? ഞാൻ വേറെ സ്ഥലത്തായിപ്പോയി. ഏത് സ്ഥലത്തായിപ്പയ്യേ? നമ്മൾ കുഞ്ഞിരാമ മാമ ഒളിവില്. ആരേ ആരേ? മാമ തെക്കേ വീട്ടിലെ കുഞ്ഞിരാമ മാമ ഇല്ലേ? ഓ കുഞ്ഞിരാമേ. കുഞ്ഞിരാമ മാമ ഒളിവിലെന്ന്. അയ്യോ എന്തെന്നടാ? പോടാ ഇറക്കാ പോ. എന്താ നിങ്ങൾക്ക് വിശ്വാസപ്പെടില്ലേ? എഴുപ്പാൻ വയ്യ അങ്ങരക്ക് 19 വയസ്സായി. ചിരയ്ക്കാൻ വയ്യ. 51 വർഷമായി. എവിടെ വെച്ചടാ? കൊച്ചി. തിരുവനന്തപുരത്ത് കിടന്ന് അങ്ങാര് വേണ്ടി കൊച്ചി പയ്യൻ തരണേ. അതാണ് മാമ. എന്തിനു പോയി? അതാണ് ഞാനും ചോദിക്കുന്നത്. ഈ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി എടുത്തതെന്ന് 1973 തോന്നുന്നു. 51 വർഷമായി. ആയി. ഈ കുഞ്ഞിരാമ മാമ അറിയാലോ, ഒരു ഫുട്ബോൾ പ്രാന്തനാണ്. അറിയാലോ? പ്രാന്ത് മാത്രമല്ലടാ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഫുട്ബോൾ കളിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഫൈനൽ കാണാൻ, സന്തോഷ് ട്രോഫി ഫൈനൽ കാണാൻ വേണ്ടി പോയി. പോയപ്പോ അടുത്തൊരു സ്ത്രീ ഇരിക്കായിരുന്നു. അവര് ഭയങ്കര വിളിയും ബഹളും ആവേശം കളി കണ്ടപ്പോഴേ. പിന്നെ ഭയങ്കര ആവേശമല്ലേ കളി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവര് തമ്മിൽ പരിചയപ്പെട്ട് കുഞ്ഞിരാമമാമനും ഈ സ്ത്രീയും കൂടെ. അങ്ങനെ ഈ സ്ത്രീ ഒരു പന്തായം വെച്ച്. എന്താണെന്ന് അവര് പറഞ്ഞു ഈ റെയിൽവേ കപ്പെടുക്കുമെന്ന്. എടാ റെയിൽവേ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞാലും തെറ്റില്ല. എന്തിനു തെറ്റില്ല? റെയിൽവേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊണ്ണ കളിയായിരുന്നു, ഭയങ്കര കളിയായിരുന്നു. എന്റെ മാമ ഇത് കേട്ടോണ്ടിരിക്കണ കുഞ്ഞിരാമ മാമ വിട്ടുകൊടുക്കൂ? വിട്ടുകൊടുത്തില്ല. എന്തായാലും പറഞ്ഞു കുഞ്ഞിരാമൻ പറഞ്ഞു കേരളം കപ്പെടുക്കുമെന്ന്, സന്തോഷ് ട്രോഫി എടുക്കുമെന്ന് കുഞ്ഞിരാമൻ പറഞ്ഞു. പിന്നല്ലാതെ. എന്നിട്ട് ഇത് പന്തായം എന്തെന്നറിയാമോ ജയിച്ചാ? എന്തിനാണ്? ഇറച്ചിയും പൊറോട്ടായി. എന്തിനാണ്? ഇറച്ചിയും പൊറോട്ടായി. അന്നത്തെ കാലത്ത് ഇറച്ചിയും പൊറോട്ട എന്ന് പറഞ്ഞാ ഇന്ന് ഒരു പപ്പം കൊടുക്കും പോലെയാണടാ. എന്നിട്ട് കുഞ്ഞിരാമൻ മാമ ഇത് പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. കേരളത്തിന്റെ ക്യാപ്റ്റൻ പടപടപടായിട്ട് ഒരു 3 ഗോൾ അങ്ങോട്ട് അടിച്ചു. അയ്യോ ഹാട്രിക്ക്. സന്തോഷ് ട്രോഫി കേരളത്തിന് കിട്ടുകയും ചെയ്തു. പിന്നല്ലാതെ. മാമ ഇവര് തമ്മിലുള്ള പഞ്ചായത്തിൽ ആര് ജയിച്ചു? ഇവര് തമ്മിലുള്ള പഞ്ചായത്തില് കുഞ്ഞിരാമൻ ജയിച്ച്. തന്നല്ല, ഞാൻ ഇവര് രണ്ടും കൂടെ കാപ്പ് കുടിക്കാൻ വേണ്ടി ഇറച്ചി പൊറോട്ട തിന്നാൻ വേണ്ടി പോയി. പോണ വഴിക്ക് അവിടെ ഒക്കെ സ്കൂട്ടർ നിർത്തി വെച്ചേക്കായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി ഈ സ്ത്രീ പോയപ്പം ഇവര് വീഴാൻ പോയി മാമ. അങ്ങനെ ഇവര് വീഴാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ കയറി പിടിച്ചു. ആരായിരുന്നാലും അങ്ങനെയല്ലേ ചെയ്യൂ. ഈ സ്കൂട്ടർ ഇവര് കൂടെ അടക്കണം. അപ്പോ മണ്ട അടിച്ചാളാ. ഇത് കണ്ടോണ്ടിരുന്ന ആര് കണ്ടോണ്ടിരുന്ന? കുഞ്ഞിരാമ മാമ. കുഞ്ഞിരാമ മാമ ചാടി വീണ് ഇവരെ ഈ സ്ത്രീ അങ്ങ് കോരി അങ്ങ് എടുത്ത് രക്ഷപ്പെടുത്തി അല്ലേ? പിന്നല്ലാതെ. എന്നിട്ട് ഇവർ രണ്ടും കൂടെ പോയി ഇറച്ചിയും പൊറോട്ടൊക്കെ തിന്ന്. ഇറച്ചിയും പൊറോട്ടയുടെ പൈസ ആര് കൊടുത്ത്? പഞ്ചായത്തിൽ തോറ്റത് ആ സ്ത്രീ അല്ലേ? അവര് കൊടുത്തിരിക്കും. അവരല്ല കൊടുത്തത്. എന്നാ? ഈ കുഞ്ഞിരാമമാമനാണ് കൊടുത്തത്. അവിടെയും കുഞ്ഞിരാമാന്തത് കാണിച്ച്. എന്നിട്ട് എന്ത് രാമമാമ ഇപ്പൊ കൊണ്ട് ക്യാഷ് കൊടുത്തേക്കണമാമ? മോശമല്ലേ ഇതൊക്കെ? എന്തായിരുന്നു ക്യാഷ് കൊടുത്തേക്കുന്നത്? ഈ 51 വർഷത്തിന് ശേഷോ? എന്തിനാ അമ്മ ഈ 51 വർഷം കൊണ്ട് ഇപ്പൊ കൊണ്ട് ക്യാഷ് കൊടുത്തേക്കണത്? എന്തരടാ എന്തരേ? ഈ 51 വർഷം കഴിഞ്ഞിട്ട് എന്തിനു കൊണ്ട് ക്യാഷ് കൊടുത്തെന്ന്? ഓരോ വർഷം കൂടുന്തോറും ഇതിന്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും. എന്തിനു മാമ? അതാണടാ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. തന്നെ? വാ